ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ഗം ഗണപതേ നമഃ. ഓം പ്രത്യാദിഷ്ഠശരന്നിശാകരശതോദ്യോതാം പ്രസന്നാനനാം നാനാഭൂഷണഭൂഷിതാം ശശികലാചൂടാം കരാംഭോരുഹൈ ശംഖാഭീത്യരിദാനമാശുദധിം ഭക്തൈകഗമ്യാംകൃതിം സർവാഭീഷ്ടഫലപ്രദാനനിപുണാം ധ്യായേച്ച ദുർഗാം സദാ. ഓം ദും ദുർഗായൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇത് 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കിടക്കാം. ഇന്ന് 33-ാമത്തെ മന്ത്രമാണ്. അതായത് ഉവാച മന്ത്രങ്ങൾ ഒരു മന്ത്രമായിട്ടാണ് ദേവി മഹാത്മ്യത്തിൽ കണക്കാക്കുന്നത്. അതുകൊണ്ട് അതിനടുത്ത മന്ത്രം അതിനടുത്ത നമ്പറിൽ പറയണം. ചില ബുക്കുകളിൽ നമ്പർ വ്യത്യാസമുണ്ട്, അത് കറക്റ്റ് ചെയ്ത് പോകണം വായിക്കുമ്പോൾ കേട്ടോ. തതോ മഹാസുരോ ഭൂയോ മാഹിഷം വപുരാസ്ഥിത തഥൈവ ക്ഷോഭയാമാസ ത്രൈലോക്യം സചരാചരം. തതഃ അനന്തരം ഭൂയഃ മഹാസുരഃ, വീണ്ടും ആ മഹാസുരൻ, മാഹിഷം വപുഹു ആസ്ഥിത, പോത്തിൻ്റെ രൂപം സ്വീകരിച്ചിട്ട് അംഗീകരിച്ചിട്ട്, ആസ്ഥിത എന്ന് പറഞ്ഞാൽ സ്ഥിതനായിട്ട്, അതായത് സ്വീകരിച്ചിട്ട്, തഥൈവ മുമ്പിലത്തെ പോലെ തന്നെ, അതായത് പൂർവ്വസ്ഥിതിയെ പ്രാപിച്ചു, സചരാചരം, അതായത് ചരിക്കുന്നതും ചരിക്കാത്തവയും ചലിക്കുന്നതും ചലിക്കാത്തവയും, അതാണ് സചരാചരം. എല്ലാം കൂടിച്ചേർന്ന് സ എന്ന് പറഞ്ഞാൽ കൂടിയത് എന്നർത്ഥം. ത്രൈലോക്യം ക്ഷോഭയാമാസ, 3 ലോകങ്ങളെയും ക്ഷോഭിപ്പിച്ചു എന്നർത്ഥം. ഇവിടെ ആ മഹാസുരൻ വീണ്ടും പൂർവ്വസ്ഥിതിയെ പ്രാപിച്ചു. ഇവിടെ നമുക്കറിയാം, ഇതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തി, അതായത് 32-ാം ശ്ലോകത്തിൽ പറഞ്ഞത് കരേണച മഹാസിംഹം തം ചകർഷ ജഗർജജ കർഷതസ്തുകരം ദേവി ഖഡ്ഗേന നിരകൃന്ദത. അപ്പം തുമ്പിക്കൈ വാൾ കൊണ്ട് വെട്ടി ദേവിയാൽ വധിക്കപ്പെട്ട ആ ഗജത്തിൻ്റെ ആകൃതി, ആനയുടെ ആകൃതിയിൽ നിന്ന് മുക്തനായ മഹിഷാസുരൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ഒരു പുരുഷൻ്റെ രൂപമായി, പുരുഷൻ്റെ രൂപത്തിൽ നിന്ന് പിന്നെ ഗജമായി, ഗജത്തിൽ നിന്ന് വീണ്ടും ദേ മഹിഷമായിട്ട്, അതായത് പോത്തായിട്ട് വീണ്ടും പൂർവ്വസ്ഥിതിയെ പ്രാപിച്ചു. അതായത് മൂഷികസ്ത്രീ വീണ്ടും മൂഷികസ്ത്രീ ആയെന്ന് പറഞ്ഞ പോലെ ആ പോത്തായിരുന്ന മഹിഷാസുരൻ വീണ്ടും പൂർവ്വസ്ഥിതിയിൽ പോത്തായിട്ട് തന്നെ മുമ്പിൽ വന്നു നിന്നു ദേവിയുടെ. അപ്പോൾ 3 ലോകങ്ങളെയും വിറപ്പിച്ചു എന്നർത്ഥം. അതായത് അനന്തരം വീണ്ടും മഹിഷാസുരൻ പോത്തിൻ്റെ രൂപം സ്വീകരിച്ചിട്ട് മുമ്പിലത്തെ പോലെ തന്നെ ജംഗമാജംഗമങ്ങളോടുകൂടി, അതായത് സചരാചരം എന്ന് പറഞ്ഞാൽ ഇവിടെ ചരിക്കുന്നത് ദേവിയും ദേവിയുടെ ഗണങ്ങളുമാണ് പോത്തിൻ്റെ മുമ്പിലുള്ളത്. അചരങ്ങളെന്ന് പറഞ്ഞാൽ മറ്റുള്ള ചലിക്കാത്ത വസ്തുക്കൾ, പർവ്വതങ്ങൾ, നദികൾ, അതുപോലെയുള്ള വസ്തുക്കളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ വസ്തുക്കളെയും 3 ലോകങ്ങളെയും വിറപ്പിച്ചു എന്നർത്ഥം. ക്ഷോഭിപ്പിച്ചു, ക്ഷോഭയാമാസ, ക്ഷോഭിപ്പിച്ചു, അതായത് പേടിപ്പിച്ചു കളഞ്ഞു എന്നർത്ഥം. ഇനി 34-ാം ശ്ലോകം. തതക്രുദ്ധാ ജഗന്മാതാ ചണ്ഡികാ പാനമുത്തമം പവോ പുനഃപുനശ്ചൈവ ജഹാസാരുണലോചന. തതഃ അനന്തരം ജഗന്മാതാ ചണ്ഡിക, ലോകമാതാവായ ആ ചണ്ഡികാദേവി, ജഗന്മാതാവ്, ലോകമാതാവ്, ജഗജ്ജനനിയായ ചണ്ഡികാദേവി ക്രുദ്ധ, കോപത്തോടുകൂടിയവളായി, അരുണലോചന, അരുണം ചുവപ്പാണ് ഇവിടെ, ലോചനം കണ്ണുകൾ, ചുവന്ന കണ്ണുകളോടുകൂടിയായിട്ട് 3 കണ്ണുകളും ചുവന്നു കോപം കൊണ്ട്. ഉത്തമം പാനം പവോ, ഉത്തമം പാനം, ഇവിടെ പാനം പാനീയമാണ്, മധുവാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ഒഴിയാത്ത പാനപാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു, സുര കൊണ്ട് നിറഞ്ഞ മധു പാനപാത്രം ദേവിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലേ ഒരു കയ്യിൽ. അപ്പോൾ ആ വൈശ്രവണൻ കൊടുത്ത പാനപാത്രം എടുത്ത് അതിൽ നിന്ന് മധു കുടിച്ചുകൊണ്ടിരുന്നു. വീണ്ടും പിന്നെയും ജഹാസ ഏവ, ജഹാസ എന്ന് പറഞ്ഞാൽ ഈ മധു, അതായത് മദ്യം കഴിക്കുകയും, ശ്രേഷ്ഠമായ മദ്യം കഴിക്കുകയും വീണ്ടും ചിരിക്കുകയും ചെയ്തു എന്ന്. ഇവിടെ സർവ്വലോകജനനിയായ ചണ്ഡികാദേവി കോപത്താൽ ചുവന്നവളായിട്ട്, കണ്ണുകളെല്ലാം ചുവന്നിട്ട് ആ ഉത്തമമായ മധുവിനെ, മധു എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മദ്യത്തിനെയാണ്. നമ്മൾ
രണ്ടാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു പഠിച്ചതല്ലേ. ദദാവശൂന്യം സുരയാ പാനപാത്രം ധനാധിപ ശേഷശ്ച സർവനാഗേശോ മഹാമണി വിഭൂഷിതം എന്ന് വായിച്ചിരുന്നു. അപ്പോൾ വൈശ്രവണൻ കൊടുത്ത ആ പാനപാത്രം കയ്യിലുണ്ടായിരുന്നു. അതെടുത്ത് അതിൽ നിന്ന് മദ്യം തുടരെ കഴിച്ചുകൊണ്ടിരിക്കുകയും ജഹാസ ഏവ പുനഃ വീണ്ടും വീണ്ടും ചിരിക്കുകയും ചെയ്തു. ദേവിയുടെ ചിരിയാണ് ഇവിടെ. മദ്യം കഴിച്ചതുകൊണ്ട് വേണമെങ്കിൽ ചിരിക്കുന്നതായിട്ട് പറയാം. നമ്മൾ ഇതിനു മുമ്പിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു, അസ്പഷ്ടമായിട്ട് പറയുന്നതായിട്ട് പറഞ്ഞിരുന്നു ഇല്ലേ. ഇവിടെ നോക്കുക, ത്രൈലോക്യ ആ 3 ലോകങ്ങളും ക്ഷോഭിപ്പിച്ച ആ മഹിഷാസുരൻ്റെ നേരെ ജഗജ്ജനനിയായ ദേവി കോപത്തോടുകൂടി കണ്ണുകളൊക്കെ ചുവന്ന് അങ്ങനെ ഈ മദ്യം പാനം ചെയ്തതുകൊണ്ട് ഈ യുദ്ധമൊന്നും കാര്യമാക്കാതെ വളരെ നിസ്സാര ഭാവത്തിൽ ചിരിക്കുകയാണ് ചെയ്തത്. ഈ വീരന്മാർ ചെയ്യുന്ന അതായത് ഈ മദ്യപാനം എന്ന് പറഞ്ഞത് ഒരു പരിഹാരമാണോ? അതായത് ചിലപ്പം ദേവിക്ക് ഉത്സാഹം വർദ്ധിക്കാൻ വേണ്ടി ചിലപ്പം കുടിച്ചതായിരിക്കുമെന്നും വിചാരിക്കുകയല്ലേ ദേവിയുടെ മദ്യപാനത്തിന്. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. എന്തായാലും ദേവിയുടെ കണ്ണുകൾ ചുവന്നിരുന്നു, ദേവി മദ്യം കഴിച്ചുകൊണ്ടിരുന്നു, അതുപോലെ തന്നെ ചിരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ശ്ലോകം നോക്കാം, 35-ാമത്തെ. നനർദ്ദജാസുരസോപി ബലവീര്യമതോദ്ധത വിഷാണാഭ്യാം ചിക്ഷേപ ചണ്ഡികാം പ്രതി ഭൂധരാൻ. ഇവിടെ ബലവീര്യമതോദ്ധത, ബലം കൊണ്ടും വീര്യം കൊണ്ടും മതം അഹങ്കരിച്ച് ഉദ്ധതന്മാരായിട്ട്, അല്ലെങ്കിൽ ശരീരബലം കൊണ്ട് ഉത്സാഹാധിക്യം കൊണ്ടും ഉള്ള അഹങ്കാരം നിമിത്തം അത്യഹങ്കാരിയായി തീർന്നു. സഹ അസുര അഭി, ആ അസുരൻ. നനർദ്ദച, അവൻ ദേവിയുടെ ചിരി കണ്ടിട്ട് മഹാസുരൻ അട്ടഹസിച്ചു. അട്ടഹാസം ചെയ്തു എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ചു. ചണ്ഡികാം പ്രതി, ദേവിയുടെ നേരെയാണ്. ഭൂധരാൻ, എന്നിട്ട് എന്ത് ചെയ്തു? ഭൂധരാൻ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഭൂധരാൻ, ഇവിടെ ഭൂമിയെ ധരിക്കുന്ന പർവ്വതങ്ങളെ, ഭൂധരാൻ പർവ്വതങ്ങളെ വിഷാണാഭ്യാം, ഇവിടെ വിഷാണാഭ്യാം എന്ന് കൊമ്പുകളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, വിഷമല്ല. ചിക്ഷേപ, എറിഞ്ഞു. ചിക്ഷേപച്ച എന്ന് പറഞ്ഞാൽ എറിയുകയും ചെയ്തു. അപ്പോൾ അട്ടഹസിച്ചു, പിന്നെ എറിയുകയും ചെയ്തു. അതാണ് ചിക്ഷേപ. ശരീരബലം കൊണ്ടും ഉത്സാഹാധിക്യത്താലും ഈ മഹിഷാസുരൻ വളരെ അധികം അഹങ്കാരിയായി തീർന്നിട്ട് അട്ടഹസിക്കുകയും തൻ്റെ കൊമ്പുകൾ കൊണ്ട് പർവ്വതങ്ങളെ ദേവിയുടെ നേർക്ക് എറിയുകയും ചെയ്തു. സാചതാൻ പ്രഹിതാംസ്ഥേന ചൂർണയന്തി ശരോത്കരൈ ഉവാചതം മതോദ്ധൂതമുഖരാഗാകുലാക്ഷരം. ഇവിടെ ദേവി സാ എന്ന് പറഞ്ഞാൽ ആ ദേവി താൻ പ്രഹിതാംസ്ഥേന, പ്രഹിതാൻ സ്ഥാൻ, അവനാൽ എറിയപ്പെട്ട പർവ്വതങ്ങളെ, തേന അവനാൽ എറിയപ്പെട്ട, പ്രഹിതാൻ താൻ എന്ന് പറഞ്ഞാൽ എറിയപ്പെട്ട പർവ്വതങ്ങളെ, ശരോത്കരൈഹി ബാണപ്രയോഗങ്ങളെ കൊണ്ട്, അമ്പുകളെ കൊണ്ട്, ചൂർണയന്തി പൊടിയാക്കി കളഞ്ഞു. മതോദ്ധൂതമുഖരാഗാകുലാക്ഷരം, മതോദ്ധൂതം എന്ന് പറഞ്ഞാൽ മതം, അഹങ്കാരം വർദ്ധിച്ചിരിക്കുന്ന മുഖരാഗത്തോടുകൂടി. അപ്പോൾ ദേവിക്കും ഇവിടെ അഹങ്കാരമുണ്ട് കുറച്ച്. മധു കഴിച്ചത് കൊണ്ടായിരിക്കും ആ അഹങ്കാരത്തോടു കൂടി തന്നെ അസ്പഷ്ടമായിട്ട്, അതായത് സ്പഷ്ടമല്ലാത്ത അക്ഷരങ്ങൾ, ഒരുപക്ഷെ മദ്യം കഴിച്ചത് കൊണ്ടായിരിക്കാം. തം ഉവാച, അവനോട് പറഞ്ഞു. എന്താണ് ദേവി പറഞ്ഞതെന്ന് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് നോക്കാം. ഇവിടെ അടുത്തത് ദേവി ഉവാച. ഇവിടെ ദേവി അവനോട് ദേവി പറയുന്നതാണ്, അതൊരു മന്ത്രമാണ്. അപ്പം നമ്മൾ അതിനെ 37-ാമത്തെ നമ്പറായിട്ട് എടുക്കണം. അസ്പഷ്ടമായിട്ട് മഹിഷാസുരനോട് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. ദേവി ഉവാച, ദേവി പറഞ്ഞു. അടുത്ത ശ്ലോകം 38-ആണ്. ഗർജഗർജക്ഷണം മൂഢ മധുയാവത് പിബാമ്യഹം മയാ ത്വൈഹതേത്രൈവ ഗർജിഷ്യന്ത്യാശു ദേവതാഹ. ഗർജഗർജക്ഷണം മൂഢ, ക്ഷണം എന്ന് പറഞ്ഞാൽ ക്ഷണ നേരത്തേക്ക് ഇട, മൂഢ നീ ഗർജിക്ക്. മഹിഷാസുരൻ അട്ടഹസിച്ചപ്പോൾ ദേവി പറയുന്നത് ഇതാണ്, നീ മൂഢ അറിവില്ലാത്തവനെ, വിഡ്ഢി, യാവത് അഹം, ദേവി ഇങ്ങനെയാണ് പറഞ്ഞത്, യാവത് എപ്പോൾ വരെ, അഹം ഞാൻ, മധു പിബാമി ഞാൻ മദ്യം പാനം ചെയ്യുമെന്നു, അഹം പിബാമി മധു ഞാൻ മധു പാനം ചെയ്യുന്നുവോ, ഈ മദ്യത്തെ ഞാൻ എപ്പോൾ വരെ പാനം ചെയ്യുന്നുവോ അപ്പോൾ വരെ, ക്ഷണം ഗർജ അല്പനേരം, ഈ ക്ഷണം എന്ന് പറഞ്ഞാൽ ആ ക്ഷണനേരം ഞാൻ ഈ മദ്യം കഴിക്കുന്നുള്ളൂ, ആ ക്ഷണനേരത്തേക്ക് നീ ഗർജ എന്ന് പറഞ്ഞാൽ ഗർജിച്ചോളൂ, അലറിക്കൊള്ളൂ എന്ന് പറയുകയാണ്. മയ ത്വൈഹതേ, മയ എന്ന് വച്ചാൽ ഇവിടെ എന്നാൽ ത്വയ് നീ കൊല്ലപ്പെടുമ്പോൾ, അത്ര ഇവിടെ തന്നെ, ആശു വേഗത്തിൽ, ദേവതാഹ ഗർജിഷ്യന്തി
ദേവകൾ ഗർജിക്കും. ഗർജിഷ്യന്തി എന്ന് പറഞ്ഞാൽ ഭാവികാലമാണ്. ഇവിടെ ഗർജിക്കും. ഞാൻ ഈ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നത് വരെ നീ ഗർജിക്കുകയുള്ളൂ. അതുകൊണ്ട് നീ മൂഢ, നീ ഗർജിക്കുക, ഗർജ ഗർജ. അല്ലയോ മൂഢ, ഞാൻ മധുപാനം ചെയ്യുന്നത് എപ്പോൾ വരെയാണോ ആ ക്ഷണ നേരത്തേക്ക് നീ അലറിക്കൊള്ളൂ. വേഗത്തിൽ തന്നെ എന്നാൽ നീ നിഗ്രഹിക്കപ്പെടുമ്പോൾ, അതായത് വധിക്കപ്പെടുമ്പോൾ ഇവിടെ തന്നെ ദേവകൾ സന്തോഷം കൊണ്ട് ഗർജിക്കും, അലറും എന്ന് ദേവി പറഞ്ഞു. ഇനി അടുത്തത്, ഇവിടെ ദേവി, ഇത് ഋഷി തന്നെ സുരഥ മഹാരാജാവിനോട് പറയുന്നതാണ്. ദേവി ഇങ്ങനെ പറഞ്ഞു. ഇനി വീണ്ടും ഋഷി തുടരുകയാണ്. ഋഷിരുവാച, അത് അടുത്ത മന്ത്രമാണ്, 39ാമത്തെ നമ്പർ. അത് കഴിഞ്ഞിട്ട് ഋഷി പറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് ഋഷിഹി ഉവാചയാണ് ഋഷിരുവാച എന്ന് നമ്മൾ കൂട്ടി വായിക്കുന്നത്. 40ാമത്തെ മന്ത്രം നോക്കുക. ഏവൻ മുക്ത്വാ സമുത്പത്യ സാരൂഢാതം മഹാസുരം പാദേനാക്രമ്യ കണ്ഠേ ച ശൂലേന ഇനമതാടയത്. സ ഏവ മുക്ത്വ, ദേവി ഇപ്രകാരം പറഞ്ഞതിന് ശേഷം സമുത്പത്യ, ചാടി, മുകളിലേക്ക് ചാടി. സമുത്പത്യ തം മഹാസുരം ആരൂഢ, ആ മഹാസുരൻ്റെ മേൽ കയറി. ആരൂഢ എന്ന് പറഞ്ഞാൽ ആരോഹണം ചെയ്യുക, കയറുക എന്നാണ്. അപ്പോൾ ആ മഹാസുരൻ്റെ മുകളിലേക്ക് ചാടി കയറി എന്നാണ് അർത്ഥം. ഏനം, ഇവനെ പാദേന ആക്രമ്യ, കാൽ കൊണ്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് ഏത് വിധമാണ്? ചിലപ്പം ചാടിക്കയറി തലയിൽ നിൽക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. പാദേന ആക്രമ്യ കണ്ഠേ, കഴുത്തിൽ, ശൂലേന അതാടച്ച. അപ്പോൾ തലയിലേക്ക് ചാടിക്കയറിയിട്ട് കഴുത്തിൽ ശൂലം കൊണ്ട് തടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അടിക്കുകയല്ല, ശൂലം കുത്തിയിറക്കിയെന്ന് അർത്ഥമുള്ളൂ. ഇവിടെ ദേവി ഇപ്രകാരം പറഞ്ഞതിന് ശേഷം ചാടി ആ മഹാസുരൻ്റെ മേൽ കയറിയിട്ട് മഹിഷാസുരനെ കാൽ കൊണ്ട് ചവിട്ടി പിടിച്ച് കഴുത്തിൽ ശൂലത്തെ കയറ്റി കൊടുത്തു. അപ്പോൾ കാൽ കൊണ്ട് അങ്ങനെ ദേവി മഹിഷാസുരനെ വധിച്ചു. മായാവി ആയതുകൊണ്ട് അവൻ വേറെ വേഷത്തിൽ വരികയില്ലേ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്തത് 41ാമത്തെ ശ്ലോകമാണ്. തതസ്സോപിപദാക്രാന്തസ്തയാ നിജമുഖാത്തത അർദ്ധനിഷ്ക്രാന്തയേ വാദിദേവ്യ വീര്യേണ സംവൃത. തതഃ സഹ, അനന്തരം അവൻ, തയാ, ആ ദേവിയാൽ, പദാക്രാന്തഃ അപി, കാൽ കൊണ്ട് അമർത്തിപ്പിടിക്കപ്പെട്ടവനായി എങ്കിലും, തതഃ നിജമുഖ, നിജം സ്വന്തം മുഖം എന്നാണ്. തതഃ അവൻ, ആ തൻ്റെ മുഖത്തിൽ നിന്ന് അർദ്ധനിഷ്ക്രാന്തയേവ, പകുതി പുറപ്പെട്ടവനായിട്ട് തന്നെ, ദേവ്യ വീര്യേണ, ദേവിയുടെ വീര്യം കൊണ്ട്, അതായത് ശക്തി കൊണ്ട്, അതിസമൃദ്ധ, തീരെ മറയ്ക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ മഹിഷാസുരൻ വേഗം വേറെ രൂപത്തിൽ പുറത്തു വരാൻ ശ്രമിച്ചു. പക്ഷേ ആ അർദ്ധശരീരത്തെ പുറത്ത് വരുത്തിയെങ്കിലും ദേവിയുടെ അതിശയിക്കത്തക്ക സാമർഥ്യത്താൽ അനങ്ങാൻ പാടില്ലാത്തവനാക്കി തീർത്തു, അതായത് സ്തബ്ധനാക്കി തീർത്തു എന്നർത്ഥം. ആ മഹിഷാസുരൻ ദേവിയാൽ പാദം കൊണ്ട് ഇങ്ങനെ ആക്രമിക്കപ്പെട്ടവനായി എന്ന് പറഞ്ഞാൽ ചവിട്ടി പിടിച്ചിട്ട് ശൂലം കൊണ്ട് കഴുത്ത് മുറിച്ചു. പക്ഷേ ആ മുഖത്തിൽ നിന്ന്, അവൻ്റെ ശരീരത്തിൽ നിന്ന് പ്രാണൻ പകുതി ശരീരത്തോടുകൂടി പുറത്തു വരാൻ ശ്രമിച്ചെങ്കിലും ദേവിയുടെ സാമർഥ്യം കൊണ്ട് അവന് സാധിച്ചില്ല എന്നർത്ഥം. ഇനി അടുത്ത ശ്ലോകം നമുക്ക്, ഇവിടെ നമ്പർ പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ ഇത് പറ്റി. എന്താണെന്ന് വെച്ചാൽ, ചെറുതല്ല വലുത് തന്നെയാണ്, മിസ്റ്റേക്സ് എപ്പോഴും വലുത് തന്നെയാണ്, ചെറുതാണെങ്കിലും വലുത് തന്നെയാണ്. കാരണം ഈ ദേവ്യവാച എന്നുള്ളത് ഒരു മന്ത്രമാണ്. അത് കഴിഞ്ഞ് നമ്മൾ 39 ഞാൻ മന്ത്രം എന്ന് പറഞ്ഞു. ഋഷിരുവാച, അത് ആ മന്ത്രത്തിന് നമ്പർ വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഈ ശ്ലോകത്തിൻ്റെ ആരംഭത്തിൽ ഋഷിരുവാച എന്ന് പറയുന്നുണ്ട്. ഇവിടെ ദേവി ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് ഋഷി കണ്ടിന്യൂ ചെയ്യുവാണ്. അവിടെ ഋഷിരുവാച എന്ന് പറഞ്ഞാലും അതിന് നമ്പർ വേണ്ട. അപ്പോൾ നമ്മൾ 29ാമത്തെ ഏവൻ മുക്ത്വ എന്ന് തുടങ്ങുന്ന ശ്ലോകം 39, അതുപോലെ തതസ്സോപി പദാക്രാന്തസ്തയാ നിജമുഖാത്തത എന്നുള്ളത് 40ാമത്തെ ശ്ലോകം. ഇനി അടുത്തത് നോക്കുക, 41ാമത്തെ ശ്ലോകമാണ് ഇനിയത്തെ. അത് നമുക്ക് നോക്കാം. അർദ്ധനിഷ്ക്രാന്ത ഏവാസൗ യുധ്യമാനോ മഹാസുരഃ തയാ മഹാസിനാദേവ്യ ശിരച്ഛിത്വാ നിപാതിതഃ. ഇവിടെ നമുക്ക് നോക്കാം. അസൗ മഹാസുരഃ, ഈ മഹാസുരൻ അർദ്ധനിഷ്ക്രാന്ത ഏവ, പകുതി ശരീരത്തോടുകൂടി പുറപ്പെട്ടവനായി തന്നെ, യുധ്യമാനഃ, യുദ്ധം ചെയ്യുന്നവനായിട്ട്, തയാ ദേവ്യ, ആ ദേവിയാൽ, മഹാസിന, വലുതായ വാൾ കൊണ്ട്, അസി വാളാണ്, മഹാസിന വലുതായ വാൾ കൊണ്ട്, ശിരഹ ഛിത്വ നിപാതിതഃ, ശിരസിനെ ഛേദിച്ചിട്ട് വീഴ്ത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ
അർദ്ധശരീരത്തിൽ പുറത്തു വരാൻ നോക്കിയെങ്കിലും ദേവി സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. ദേവിയുടെ സാമർഥ്യം കൊണ്ട് ദേവി മഹാസുരനെ അമർത്തിപ്പിടിച്ചു. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്തു? ആ വലുതായ വാൾ കൊണ്ട് ദേവി അവൻ്റെ ശിരസിനെ വീണ്ടും ഛേദിച്ച് താഴെ വീഴ്ത്തി എന്നർത്ഥം. ഇനി അടുത്ത ശ്ലോകം. തദോഹാഹൃതം സർവം ദൈത്യസൈന്യം നനാശതത് പ്രഹർഷം ജപരം ജഗ്മുസ്സകലാ ദേവതാഗണാഹ. തദോ ഹാഹാകൃതം തതഃ അനന്തരം തത്സർവം ദൈത്യസൈന്യം. ആ എല്ലാ അസുരസൈന്യവും ഹാഹാകൃതം നനാശ. നനാശ എന്ന് പറഞ്ഞാൽ പുറപ്പെടുവിക്കുക എന്നാണ്. ഹാഹ എന്ന ശബ്ദം, ഹാഹ എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും നമുക്ക് ഒരു ദുഃഖാവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത് അല്ലേ. എല്ലാവരും ഓടി, ഹാഹാകൃതം നനാശ. എല്ലാവരും ആ ഹാഹ എന്ന ശബ്ദം പുറപ്പെടുവിച്ച് നനാശ ഓടി. സകലാഹ ദേവതാഗണ, സമസ്തങ്ങളായ ദേവഗണങ്ങളും, അതായത് സകലാഹ എല്ലാ ദേവഗണങ്ങളും പരം പ്രഹർഷം, അതായത് പരം ഇവിടെ ശ്രേഷ്ഠമായ സന്തോഷത്തെ ജഗ്മുഹു ച പ്രാപിക്കുകയും ചെയ്യുന്നു. സന്തോഷത്തെ പ്രാപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ സന്തോഷിച്ചു എന്നേ അർത്ഥമുള്ളൂ. തതഃ അനന്തരം. അപ്പോൾ മഹിഷാസുരൻ്റെ പതനം കണ്ട് എല്ലാ സൈന്യവും അസുരസൈന്യവും ഹാഹ എന്ന ശബ്ദത്തെ പുറപ്പെടുവിച്ചിട്ട് ഓടിപ്പോയി. അതുപോലെ സകല ദേവന്മാരും ദേവതമാരും ഉത്കൃഷ്ടമായി, അതായത് വളരെ ശ്രേഷ്ഠമായ സന്തോഷത്തെ, അതായത് മഹിഷാസുരൻ്റെ ആ വധത്തിൽ അവരെല്ലാവരും സന്തോഷം പ്രകടിപ്പിച്ചു. അടുത്ത ശ്ലോകം നോക്കാം. തുഷ്ടൂസ്താം സുരാദേവീം സഹ ദിവ്യൈർ മഹർഷിഭി ജഗുർഗന്ധർവപദയോ നനുദുശ്ചാപ്സരോഗണാഹ. ഇനി താം ദേവീം, ആ ദേവിയെ, സുരാഹ ഇന്ദ്രനും മറ്റുള്ള ദേവന്മാരും, ഇന്ദ്രാദി ദേവന്മാർ, ദിവ്യൈഹി മഹർഷിഭി സഹ, ദേവന്മാർ മാത്രമല്ല ദിവ്യന്മാരായ സ്വർഗത്തിലുള്ള ഋഷിഭി മഹർഷിമാരും സഹ എന്ന് പറഞ്ഞാൽ കൂടി, അതായത് ദേവന്മാർ മഹർഷിമാരോടുകൂടി, സ്വർഗത്തിലുള്ള മഹർഷിമാരോടുകൂടി തുഷ്ടൂഹു സ്തുതിച്ചു. ഗന്ധർവപതയ ജഗുഹു, ഗന്ധർവ മുഖ്യന്മാർ, പതി അതായത് ഗന്ധർവ ശ്രേഷ്ഠന്മാർ, എല്ലാത്തിലും മുകളിൽ കുറേ ശ്രേഷ്ഠന്മാരായ ഗന്ധർവന്മാർ കാണുമല്ലോ, അവരാണ് ഗന്ധർവ മുഖ്യന്മാർ. ഗാനം ചെയ്തു എന്ന് പറഞ്ഞാൽ, ജഗുഹു എന്ന് പറഞ്ഞാൽ പാട്ടുപാടി അവരൊക്കെ. അപ്സരോഗണാഹ, ഗന്ധർവന്മാർ മാത്രമല്ല, അപ്സര സ്ത്രീകളുടെ കൂട്ടങ്ങൾ, ഗണം കൂട്ടമാണ്. നനുർദു ച, നനുർദുഹു എന്ന് പറഞ്ഞാൽ ഗന്ധർവന്മാർ പാട്ടുപാടി, അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തു. അപ്പോൾ മഹിഷാസുരൻ്റെ വധത്തെ കണ്ടിട്ട് ദേവന്മാർ എല്ലാം വളരെയധികം ആഹ്ലാദിക്കുകയും ആ ദേവിയെ ഇന്ദ്രാദി ദേവന്മാർ സ്വർഗലോകത്തുള്ള മറ്റ് മഹർഷിമാരോടുകൂടി സ്തുതിച്ചു. ഗന്ധർവന്മാർ പാട്ടുപാടുകയും അപ്സര സ്ത്രീകൾ കൂട്ടത്തോടെ നൃത്തം ചെയ്യുകയും ചെയ്തു എന്നർത്ഥം. ഇത്രയും കൊണ്ട് നമ്മുടെ മഹിഷാസുരവധം എന്ന 3-ാം അധ്യായം അവസാനിക്കുകയാണ്. ഇവിടെ ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മളിവിടം വരെ എത്തി. ഇത് ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മാഹാത്മ്യേ മഹിഷാസുരവധോ നാമ തൃതീയോധ്യായ സമാപ്തം. ഈ 3-ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കിയൊന്നും അവസാനിക്കുന്നില്ല. നമുക്ക് കേൾക്കാൻ തോന്നുന്നതും എനിക്കിത് പറയാൻ തോന്നുന്നതും ദേവിയുടെ അനുഗ്രഹമാണ്. ഇതും ഭക്തിയാണ്. ഭക്തി പലവിധമുണ്ട്. ഭാഗവത സമയത്ത്, ഭാഗവത ആചാര്യന്മാരുടെ സമയത്ത് 6 തരം ഭക്തിയായിരുന്നു. വീണ്ടും അത് പിന്നീട് കലിയുഗത്തിലേക്ക് വന്നപ്പോൾ 9 വിധം ഭക്തി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ പറയാം. എന്തായാലും ശ്രവണവും സ്മരണവും അർച്ചനവും ഈ കേൾക്കലും എല്ലാം, ശ്രവണമാണ് കേൾക്കൽ, അത് ഈ പറയുന്നതും എല്ലാം ഭക്തി തന്നെയാണ്. ഭക്തിയുള്ളവർക്കേ പറയാനും കേൾക്കാനും തോന്നുകയുള്ളൂ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.